ഹലോ, എല്ലാവരും ഇപ്പോൾ കണ്ണൻ്റെ കരച്ചിലാവും ആദ്യം കേട്ടിട്ടുണ്ടാവുക അല്ലേ. എൻ്റെ കൂടെ പോരാനാണ് അവൻ്റെ കരച്ചിൽ. ഞാനുണ്ടല്ലോ 37 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കൂട്ടുകാരെ കാണാൻ പോവുകയാണ്. ഇന്ന് ഞങ്ങളുടെ SSLC ബാച്ചിൻ്റെ റീയൂണിയനാട്ടോ വെച്ചിരിക്കുന്നത്. മണ്ണാർക്കാട് വെച്ചിട്ടാണ്. മണ്ണാർക്കാടാണല്ലോ ഞാൻ പഠിച്ചിരിക്കുന്നതൊക്കെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇത് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പാട്ടോ. പത്തംകുളം ആൽത്തറ എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റോപ്പാണത്. ഈ ആല് വലിയൊരു ആലും തറയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആ ആല് വീണു, ആ പഴയ ആല് വീണ് ഇപ്പോൾ പുതിയ തൈ വെച്ച് പിടിപ്പിച്ച് ഇത്രയും വലുതായി. തറയൊക്കെ നമ്മുടെ റോഡ് നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് പകുതിയേ ഉള്ളൂ കേട്ടോ. കുറേ സിനിമകളിൽ പട്ടാഭിഷേകം പോലുള്ള കുറേ സിനിമകളിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കൂളിൻ്റെ പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്കൂളിലേക്കുള്ള റോഡ്. അങ്ങ് അകലെ നമ്മുടെ സ്കൂൾ കാണാം. അങ്ങോട്ട് ഒരുപാട് ഇങ്ങനെ നടന്ന് കയറണം. ഇങ്ങനെ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എനിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് എന്നൊക്കെ പറയാം. സ്കൂളിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇത് കൂടെ നടന്ന് പോവുകയാണ് കേട്ടോ. സ്കൂളിൻ്റെ പടിക്ക് കൂടെയൊക്കെ കുറേ പോയിട്ടുണ്ട്, അതായത് റോട്ടിൽ കൂടെ. അങ്ങനെ ഇതാണ് നമ്മുടെ സ്കൂളിൻ്റെ പടി. ഒരുപാട് പടികൾ കയറി ചെന്നാലാണ് മെയിൻ ബിൽഡിങ്. കണ്ടോ, എൻ്റെ ഫ്രണ്ട് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ സ്കൂളിൻ്റെ മുന്നിൽ. ആരും വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സ്കൂള്. കണ്ടോ, ഇത് വലിയ നീണ്ടൊരു വരാന്ത. ആ വരാന്തയിൽ സ്റ്റാഫ് റൂം. ഇത് ഞങ്ങളുടെ സാറുമാരുടെ റൂമായിരുന്നു. സാറുമാരുടെ റൂം ഇപ്പോൾ അല്ല തോന്നുന്നു, ഇത് ക്ലാസ് റൂമാണെന്ന് അപ്പോൾ തോന്നുന്നു. അവിടെ നിന്ന് എഴുതി വെച്ച് കാണാനില്ല. ഇത് 10A 10B 10C 10D 10F അങ്ങനെയുള്ള കുറേ ക്ലാസ്സുകൾ, 10E കുറേ ഉണ്ടായിരുന്നു. അങ്ങ് ഒരുപാട് ഡിവിഷനുകളുണ്ടായിരുന്നു ഞങ്ങളുടെ സ്കൂളിൽ. ഇത് കണ്ടോ, ഞങ്ങളുടെ പ്രിൻസിപ്പാളുടെ ഓഫീസ് റൂമായിരുന്നു. പ്രിൻസിപ്പാളല്ലല്ലോ, ഹെഡ് മാസ്റ്ററല്ലേ അല്ലേ. ഇതാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്നുള്ള റോഡിലേക്കുള്ള വ്യൂ. ഈ വലതുവശത്ത് കാണുന്ന ആ ഓടിട്ട ബിൽഡിങ് ഞങ്ങളുടെ 5Aയും 5B ആയിരുന്നു കേട്ടോ. ഈ 5Aയിലാണ് ഞാൻ പഠിച്ചത്. ഇത് കണ്ടോ, ഞങ്ങളിതിനെ ഗുഹ എന്നാണ് അന്ന് വിളിച്ചിരുന്നത്. ഗുഹയിലൂടെ പോവുക അറിയും. പിന്നെ ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ എന്താ പറയുക, ഇപ്പോൾ കുട്ടികളൊന്നും വന്നിട്ടില്ല കേട്ടോ ആരും. ഞാനും ഈ കാണുന്ന സതി എന്ന് പറയുന്നതിൻ്റെ എൻ്റെ ഒരു ക്ലാസ്മേറ്റാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സിൻ്റെ മാത്രമല്ല, ഞങ്ങൾ മൊത്തത്തിലുള്ള ബാച്ച് 1986 87 ബാച്ചിൻ്റെയാണ് ഈ ഗെറ്റ് ടുഗദർ. അധികം പേരൊന്നും വരില്ല പറഞ്ഞിരുന്നു. ഞങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ എല്ലാവരും ഉണ്ടെങ്കിൽ കൂടി പലർക്കും പല അസൗകര്യങ്ങളാണ്. അന്ന് സൺഡേയും കൂടിയാണ്, അപ്പോൾ പലർക്കും പല അസൗകര്യങ്ങളാണ്. ആ കാണുന്ന ബിൽഡിങ്ങാണ് കേട്ടോ ഞങ്ങളുടെ 8A ക്ലാസ്. 8Aയിലായിരുന്നു ഞാൻ പഠിച്ചത്. ഞങ്ങൾ 8 ക്ലാസ് വരെ ഞങ്ങൾ മിക്സഡ് ആയിരുന്നു. അതിന് ശേഷം ഞങ്ങൾ 9, 10 എന്ന ക്ലാസ്സുകൾ പെൺകുട്ടികൾ മാത്രമായി. ഇത് ഞങ്ങളുടെ സ്റ്റേജ്. ഇതിൽ ഒരുപാട് ഒപ്പനയൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട് കേട്ടോ. ഒപ്പന, സംഘനൃത്തം ഒക്കെ കളിച്ചിട്ടുണ്ട്. അതേപോലെ ഉണ്ട്, ഒരു മാറ്റവും ഇല്ല. ബിൽഡിങ്ങിനൊക്കെ ചെറിയ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ പെയിൻറ്റിങ്ങൊക്കെ പഴയ പോലെ തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇതിൻ്റെ ആ പോണ വഴി അത് കൂടെ പോയാലാണ് ഇപ്പോൾ കാണുന്ന ആ ഗേറ്റ് കാണാം, ഒരു എൻട്രൻസ് കാണാം. ആ വഴിയാണ് നമ്മുടെ പ്രസിദ്ധമായ മണ്ണാർക്കാട് പൂരം നടക്കാറുള്ള ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രം. മണ്ണാർക്കാട് പൂരം ഒരുവിധം എല്ലാവരും നമ്മുടെ പാലക്കാട് ജില്ലക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകണം നമ്മുടെ അമ്പലത്തിലേക്ക്. ഇവിടെ കണ്ടോ മരങ്ങളൊക്കെ. ഞങ്ങൾക്ക് അന്നില്ലാത്തൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ മരങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഒരേപോലെ ഉണ്ട്. ഈവൻ പെയിൻ്റ് അടക്കം മാറ്റിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ 10 മണിക്ക് വരാമെന്ന് പറഞ്ഞവരാണ്. ആരെയും കാണാനില്ല. ഞാനിവിടെ 2 മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് ഞാനവിടെ എത്തിയപ്പോഴും ഇവിടെ വന്നപ്പോഴും ആരുമില്ല. ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ വലിയ കഥയിൽ സേ നോ ടു ഡ്രഗ്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡ്രഗ്സിനെതിരെയൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. എന്താ അവസ്ഥ എന്ന് നമുക്കറിയില്ല. പക്ഷേ പണ്ടൊന്നും ഇങ്ങനെയൊന്നും അല്ലാട്ടോ എഴുതി വെച്ചിരുന്നത്. ഞങ്ങളെ ക്ലാസ് മുറികളൊക്കെ കാണേണ്ട കാഴ്ചയായിരുന്നു. നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റപ്പ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ഒരു ചെടി, അതിൻ്റെ ചെടി കൊണ്ട് എന്തൊക്കെ എഴുതി വെച്ചിരുന്നോ ഒന്നും പറയണ്ട. അതൊന്നും ഇപ്പം ഇല്ല തോന്നുന്നു. ഇപ്പൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. പണ്ടത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്കൊക്കെ അങ്ങനെയൊക്കെ
ഒരു പ്രത്യേക അസുഖം തന്നെ പറയാം ഉണ്ടായിരുന്നു. അതൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. അതിൽ എഴുതിയിരുന്നത് എന്താണെന്നും കൂടി ഞാൻ പറയാം. ഒരു ആൺകുട്ടിയുടെ പേര് എഴുതും, പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ പേര് എഴുതും. അപ്പം ഞങ്ങളിതാ 2-3 പേര് എത്തിയിട്ടോ. ഇതാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ പിന്നിലെ ഗ്രൗണ്ട്. വിശാലമായ ഗ്രൗണ്ടാണ്. ഇതിൽ കുറേ ഉപ്പും പക്ഷി കളിച്ചിട്ടുണ്ട്. ഉപ്പും പക്ഷി, നൊണ്ടിക്കളി, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പണ്ടത്തെ കായികമായിട്ടുള്ള അഭ്യാസങ്ങൾ. അതൊക്കെ തന്നെ ഞങ്ങൾക്ക് ഇന്നല്ലേ ഓരോ പ്രത്യേക തരം വിനോദങ്ങളും ഒക്കെ വന്നുള്ളത്. അന്നൊക്കെ നൊണ്ടിക്കളിക്കുക, ഓടിക്കളിക്കുക, ഒളിച്ച് കളിക്കുക ഒക്കെ അല്ലായിരുന്നു. ഒക്കെ ഈ ഗ്രൗണ്ടിൽ ഞങ്ങൾ കുറേ കളിച്ചിട്ടുണ്ട്. ഈ സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിനൊന്നും അന്ന് ജനലിന് വാതിലില്ലായിരുന്നു. ഞങ്ങൾ PT ടൈമൊക്കെ ആയി ആ ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഒരൊറ്റ ചാട്ടാണ് ഇപ്പുറത്തേക്ക്, എന്നിട്ട് പോയി കളിക്കും. പ്രമീള എത്തിയിട്ടാ. ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിയായിരുന്നു പ്രമീള. ഞങ്ങൾ ചെറിയ ബന്ധു കൂടിയാണ്. പിന്നെ രേണുക, ഇവളെൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. ഇവർ 2 പേരും അവരെത്തി. പിന്നെ ഇപ്പോൾ സതി, ഞങ്ങൾ 3 ആൾ തന്നെ ഇപ്പോൾ ഉള്ളൂ. പിന്നെ പ്രേമരാജനും എത്തി. ഇപ്പോൾ ഒരുവിധം എല്ലാവരും എത്തി. ഇപ്പോൾ എല്ലാവരും അവരവരെക്കുറിച്ച് സംസാരിക്കുന്നു. ഇവിടെ എന്തൊക്കെയോ വിശിഷ്ട വാക്കുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ബാച്ച് എന്ന് പറഞ്ഞാൽ SSC ബാച്ചായിരുന്നു. അന്ന് ഞങ്ങൾക്ക് സെക്കൻഡറി സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ് അല്ല, വെറും സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റായിരുന്നു ഞങ്ങളുടെ. ആ ഒരു വർഷം മാത്രം അന്ന് ഏതോ നമ്മുടെ TM ജേക്കബ് മന്ത്രിസഭ വന്ന, അയാൾ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് വന്ന മാറ്റാണ്. ഒരു കൊല്ലം ഞങ്ങളെ അങ്ങോട്ട് കുടുക്കി. 1200 അന്ന് മാർക്ക്. ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ വമ്പൻ തോൽവിയായിരുന്നു. ഞാനും ഉൾപ്പെടെ ഒരു 5 പേരാണ് 37 പേരിൽ ജയിച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫംഗ്ഷനൊക്കെ ഏറെക്കുറെ അവസാനിച്ചു. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെ തന്നെ ഭക്ഷണമൊക്കെ വരുത്തിയിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ ഓരോരുത്തരായിട്ട് യാത്ര പറഞ്ഞിറങ്ങാൻ തുടങ്ങി കേട്ടോ. എല്ലാവർക്കും ഓരോരോ തിരക്കുകൾ മാറ്റി വെച്ചിട്ട് ചെറിയൊരു സമയത്തിന് വേണ്ടിയിട്ട് വന്നവരാണ്. ഇതാണ് നമ്മുടെ എല്ലാതിൻ്റെയും ചുക്കാൻ പിടിപ്പിച്ച ഹുസൈൻ എന്ന ആൾ, ഞങ്ങളുടെ ബാച്ച് മേറ്റ്. സുധീർ, സുരേഷ്, അങ്ങനെ എല്ലാവർക്കും ഓരോരോ തിരക്കുകളാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പോൾ കുറച്ച് പേർക്കൊരു മോഹം, ഇത്രയും കഴിച്ചതല്ലേ, ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചതല്ലേ, നമുക്കൊരു മധുരം കൂടിയും കഴിക്കാം, ഒരു ഐസ്ക്രീമും കൂടിയും കഴിക്കാമെന്ന് ഹുസൈൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര്, ധൃതിയുള്ളവരൊക്കെ പോയി. കുറച്ച് പേര്, ഞാനുൾപ്പെടെ, ഷാലിമാർ എന്ന് പറഞ്ഞൊരു കൂൾ ബാറുണ്ട്, അവിടെ പോയി ഫലൂദയൊക്കെ കഴിച്ച് ആണ് ഞങ്ങൾ പിരിഞ്ഞത്. പ്രിയപ്പെട്ട പലരെയും കാണാൻ പറ്റിയില്ല. എങ്കിലും ഇനി അടുത്ത ഒരു ഒത്തുചേരൽ ഉണ്ടാകുമ്പോൾ അവരെയൊക്കെ കാണാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയോടെ ഞങ്ങൾ എല്ലാവരും പിരിഞ്ഞു. ഇത്രയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ.